വടകര മുനിസിപ്പാലിറ്റിയുടെ സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രൊജക്റ്റായ ദിശയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 11-12 തീയതികളിൽ വടകര നാരായണ നഗറിൽ വെച്ച് താലൂക്ക് തല കായികമേള സംഘടിപ്പിക്കുമെന്ന് വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവർക്കും സ്പോർട്സ്, എല്ലാവർക്കും ആരോഗ്യം എന്ന ആശയത്തോടെ വടകര നഗരസഭ നടപ്പിലാക്കുന്ന സമഗ്ര കായിക പരിശീലന പരിപാടിയായ ദിശ കേരളത്തിലാകമാനം മാതൃകാപരമായ പ്രവർത്തനമായി മാറിയിരിക്കുകയാണ്. പുതുതലമുറ പുതുലഹരികൾ തേടിപ്പോകുമ്പോൾ കുട്ടികൾക്ക് ജീവിതലഹരി കളികളിലൂടെ ആവട്ടെ എന്ന ലക്ഷ്യത്തോടെ കളിസ്ഥലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനും നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിശ ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ നഗരസഭ ലക്ഷ്യം വെച്ചതിലപ്പുറത്തേക്ക് കുട്ടികൾ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തല മത്സരങ്ങളിലും മറ്റ് മത്സര പരിപാടികളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാനും വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ദിശയുടെ നേതൃത്വത്തിൽ താലൂക്ക് തല കായികമേള ഫെബ്രുവരി 11-12 തീയതികളിൽ 4 കാറ്റഗറികളിലായി നാരായണ നഗരം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. റിലേ കൂടാതെ ഒരു കുട്ടിക്ക് 2 ഇനങ്ങളിൽ പങ്കെടുക്കാം. മികച്ച നേട്ടം കൈവരിക്കുന്ന സ്കൂളുകൾക്ക് 1ാം സമ്മാനം 50,000, 2ാം സമ്മാനം 25,000, 3ാം സമ്മാനം 10,000. ഓൺലൈനായാണ് എൻട്രി സ്വീകരിക്കുന്നത്. ഫെബ്രുവരി 3 വൈകുന്നേരം 5 മണി വരെയാണ് എൻട്രി സ്വീകരിക്കുക. വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു, വൈസ് ചെയർമാൻ പി.കെ. സതീശൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ.പി. പ്രജിത, രാജിത പദേരി, സിന്ധു പ്രേമൻ, പി. സജീവ് കുമാർ, എ.യു. വി.കെ. സുനിൽ, കെ.ടി. ഹരീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നമ്മളെ കുട്ടികൾക്ക് ജീവിതമാകുന്ന ലഹരി കളികളിലൂടെ ആകട്ടെ എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് ദിശ. പക്ഷെ 2 വർഷം പരിശീലനം കൊടുത്തപ്പോൾ നമ്മൾ നഗരസഭ ലക്ഷ്യം വെച്ചതിലേക്കും അപ്പുറത്തേക്ക് ഞങ്ങളെ ദിശ കുട്ടികളൊക്കെ തന്നെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സ്കൂൾ തല മത്സരങ്ങളിലായാലും മറ്റുള്ള മത്സരങ്ങളിലായാലും തികച്ചും ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ മത്സരിക്കാനും വിജയം കൈവരിക്കാനും വേണ്ടി സാധിച്ചു എന്നുള്ളൊരു സന്തോഷകര നിമിഷത്തിൽ 2 വർഷം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു വാർഷികാഘോഷ ചടങ്ങ് എന്നുള്ള രീതിയിലേക്ക് വടകര താലൂക്ക് തല കായികമേള സംഘടിപ്പിക്കാനാണ് ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങിയ സ്പേസ് വിദ്യാഭ്യാസ മേഖല, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ദിശയായി. ഈ ദിശ പ്രോജക്റ്റിന്റെ ഒരു പ്രത്യേകത, 300ഓളം കുട്ടികൾ കഴിഞ്ഞ 2 വർഷമായി ഒരു ദിവസം പോലും മുടക്കമില്ലാതെ രാവിലെ 6 മണിക്ക്, കൃത്യം 6 മണിക്ക് കുട്ടികൾ ഗ്രൗണ്ടിൽ എത്തുക, പരിശീലനം തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതാണ് വളരെ പ്രധാനം. രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കുന്നു, കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം.